ഹരി ഓം. ഗുരുപദത്തിൻ്റെ 16-ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ശിവലിംഗദാസ സ്വാമികളുടെ സമാധി, അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ എപ്പിസോഡിലൂടെ നമുക്ക് കേൾക്കാം. ശോകൻജി, കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ ആൾക്കാർ ശിവലിംഗദാസ സ്വാമികളുടെ അടുത്ത് ചെന്നിട്ട് പെരിങ്ങോട്ടുകരയിലേക്ക് തിരിച്ചു വരണമെന്നുള്ളത് ആവശ്യപ്പെടുകയാണ്. ശിവലിംഗദാസ സ്വാമികളെ വെച്ച് നമുക്കറിയാം, അദ്ദേഹം എല്ലാവരോടും കരുണയും അനുകമ്പയും സമൂഹത്തിലിറങ്ങി പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടി നിൽക്കുന്ന ഒരു മഹാത്മാവാണ്. പക്ഷെ അദ്ദേഹം ഇവരുടെ ഈ ഒരു ആവശ്യത്തെ നിരാകരിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം കാഴ്ചവെച്ചു. വരുന്നില്ല, എൻ്റെ സേവനം ഇവിടെയും ആവശ്യമുണ്ടല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് അവരെ മടക്കി അയച്ചത്. അതിനുള്ള കാരണം എന്തായിരിക്കും? യസ്യ ന കൽപ്പതേ സിദ്ധൈ പാദാംബുജ രജോവല നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അവധൂത് ഗുരുപ്രസാദ് ജിക്കും ബാലുജിക്കും ബഹുമാന്യരായ ശ്രോതാക്കൾക്കും നമസ്കാരം. സമാധിയുടെ സൂചനകൾ നേരത്തെ തന്നെ തന്ന് തുടങ്ങിയിരുന്നു. ആ സൂചനകൾ ഒന്നും തന്നെ ആരും മനസ്സിലാക്കിയിരുന്നില്ല. നമ്മൾ ഒരു കാര്യം, അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ ഇത്തിരി കറങ്ങി മാത്രമേ വരൂ. എന്തുകൊണ്ട് പോയില്ല? ഇദ്ദേഹത്തിൻ്റെ സമാധിയുടെ കാരണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമാധിക്ക് സമയമായി 52-ാമത്തെ വയസ്സിൽ സമാധിയാകുന്നത് ജ്വരം കൊണ്ടാണ് എന്നാണ് എല്ലാ പുസ്തകത്തിലും കാണുന്നത്. പക്ഷെ ഇത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അദ്ദേഹത്തിന് ജ്വരമില്ല എന്ന് തന്നെ ഞാൻ പറയും. അദ്ദേഹത്തിന് ഒരു അസുഖവുമില്ല. അദ്ദേഹം സമാധിയാകാനുള്ള കാരണം സമൂഹ വിരക്തിയാണ്. ഈ സമൂഹത്തിനോട് അദ്ദേഹത്തിന് വിരക്തി തോന്നി. അതുകൊണ്ടാണ് ഒരു അവതാരം ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങേക്കറിയാവുന്നതാണ്, വലിയ ഒരു ഉയർന്ന പദവിയിൽ നിന്നും താഴോട്ടിറങ്ങി വരിക. ഈ താഴോട്ടിറങ്ങി വരുമ്പം കുറേയൊക്കെ അനുഭവിച്ചേ പറ്റൂ. മനുഷ്യരോടൊപ്പമാണ് ഇറങ്ങി വരുന്നത്. ഇതിനു മുമ്പ് അനേകം ആൾക്കാർ ഇറങ്ങി വന്നിട്ടുണ്ട്. സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു, താഴോട്ട് ഇറങ്ങി വന്നു. അതും 10 അവതാരം എന്ന് പറയുന്നുണ്ട്, 24 എന്ന് പറയുന്നുണ്ട്, 26. എന്തായാലും നമുക്ക് 10 അവതാരത്തിലെടുത്താൽ പോലും അദ്ദേഹത്തിൻ്റെ 9-ാമത്തെ അവതാരം ശ്രീകൃഷ്ണ അവതാരമാണ്. ആ ശ്രീകൃഷ്ണ അവതാരം മനുഷ്യരൂപത്തിലുള്ളതായിരുന്നു. അതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ രൂപമായാലും മാനസികമായി ക്ഷതമേറ്റിട്ടാണ് പോയത്. പരശുരാമനൊക്കെ മാനസികമായി ക്ഷതമേറ്റിട്ടാണ് പോയത്. ഏതവതാരമായാലും മനുഷ്യനായിട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അവസാനം ഇത്രയും ലോകത്തിലെ ഏറ്റവും യുദ്ധനിപുണൻ, ഏറ്റവും വലിയ ഭരണകർത്താവ്, ഏകപത്നീവ്രതൻ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ ഒത്തിരി ഉണ്ട്. ആ അദ്ദേഹം കേവലം ഒരു വേടൻ്റെ അമ്പേറ്റിട്ടാണ് അദ്ദേഹം സമാധിയാകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം സ്വർഗാരോഹണം നടത്തുന്നത്. ശ്രീരാമൻ അത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അദ്ദേഹം ഭൂമിയിൽ വന്നു. എന്തെല്ലാം അനുഭവിച്ചില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ശരി. അനുഭവിച്ചതിനേക്കാൾ വളരെയധികം എന്തെല്ലാം അനുഭവിക്കാത്തത് ഇനി എന്തുണ്ട്? ഒന്നുമേ ഇല്ല. ഭരണകർത്താവ് എന്ന നിലയിലുള്ള ടെൻഷൻ, അജ്ഞാതവാസത്തിൻ്റെ ടെൻഷൻ, അച്ഛൻ നഷ്ടപ്പെട്ട ടെൻഷൻ, കുഞ്ഞമ്മയും വലിയമ്മയും ചെയ്ത പ്രവൃത്തി, ഇങ്ങനെ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. ഭാര്യയെ ഒഴിവാക്കി വന്നതിൻ്റെ ടെൻഷൻ, ഭാര്യ ഇല്ലാത്തതിൻ്റെ ടെൻഷൻ, ഇങ്ങനെ എന്തെല്ലാം. അവസാനം അദ്ദേഹം സരയൂ നദിയിൽ ലയിക്കുകയാണ് ഉണ്ടായത്. അതായത് സരയൂ നദിയിൽ അദ്ദേഹം അന്തർധാനം ചെയ്തു. അതിന് വേറൊന്നുമല്ല, അദ്ദേഹം ജലസമാധി അടഞ്ഞു എന്നേ അതിനർത്ഥമുള്ളൂ.
രാഷ്ട്രീയക്കാരനൊക്കെ വേറെ ചിലതൊക്കെ പറയുന്നുണ്ട്, അത് അവൻ്റെയൊക്കെ വിവരമില്ലായ്മ പോട്ടെ. അദ്ദേഹം ജലസമാധി അടഞ്ഞു എന്നേ അതിനർത്ഥമുള്ളൂ. പിന്നെ നമ്മുടെ പരമവംശർ ശ്രീരാമകൃഷ്ണ പരമവംശർ, അദ്ദേഹത്തിന് തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു. രമണ മഹർഷി, അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് മൊത്തം ക്യാൻസർ ആയിരുന്നു. ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിന് വയറ് സംബന്ധമായ അസുഖങ്ങളോടൊപ്പം മൂത്രതടസ്സവും യക്കിള് അങ്ങനത്തെ കുറേ രോഗങ്ങളായിരുന്നു. ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾക്ക് അത് ജ്വരത്തിൻ്റെ രൂപത്തിൽ വന്നു എന്നാണ് പറയപ്പെടുന്നത്. പറയപ്പെടുന്നു എന്ന് പറയാനുള്ള കാരണം, പുസ്തകങ്ങളിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളിൽ പോയി അന്വേഷിച്ചപ്പോഴും ജ്വരം ആയിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ആ ജ്വരം എന്ന് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഞാനതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ ആ കാഴ്ചപ്പാട് പറയുമ്പോൾ ഇപ്പോൾ അവധൂത് ഗുരുപ്രസാദ് ജിക്കോ ബാലുജിക്കോ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. എൻ്റെ മനസ്സിൽ മനുഷ്യരോട് തോന്നുന്ന എല്ലാ ഭാവങ്ങളും എല്ലാം തോന്നുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു സ്ഥലത്തെ മോശമായി ചിത്രീകരിക്കാനും ഞാൻ തയ്യാറല്ല. പക്ഷെ എന്തു തന്നെ പറഞ്ഞാലും പെരിങ്ങോട്ടുകര നിവാസികളുള്ള യാഥാസ്ഥികരായ കുറച്ച് ആൾക്കാർ, അവരുടെ ജാതിയൊക്കെ കഴിഞ്ഞ സത്സംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വീണ്ടും പറയുന്നില്ല, യാഥാസ്ഥികരായ കുറച്ച് ആൾക്കാർ, അവർ ആ പ്രദേശത്തുള്ള എല്ലാവരുമല്ല, യാഥാസ്ഥികരായ ആ കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിനോട് കാണിച്ചത് വളരെ വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ്. ലോകത്ത് ഒരു സാധാരണ മനുഷ്യനോടും കാണിക്കാൻ പാടില്ലാത്ത ആ മനോഭാവം അവർ കാണിച്ചത് ഒരു സന്യാസി ശ്രേഷ്ഠനോടാണ്. ആ കാണിച്ച യാഥാസ്ഥികന്മാരായ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ആ യാഥാസ്ഥികരായ ദുഷ്ടന്മാർ ഒരിക്കലും മാപ്പ് അർഹിക്കാത്ത പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തി കാരണം ഇദ്ദേഹത്തിന് ഈ സമൂഹത്തിനോട് വിരക്തി തോന്നി. ആ സമൂഹത്തിനോട് തോന്നിയ വിരക്തി, കാര്യം ഒരിടത്ത് പോയി എന്ത് മാറ്റം അദ്ദേഹം അവിടെ വരുത്തിയില്ല എന്ന് വേണം ചിന്തിക്കാൻ. പെരിങ്ങോട്ടുകരയിൽ അതിനെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകിടം മറിച്ച് അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിച്ച ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ശ്രേഷ്ഠർക്ക് പോലും അദ്ദേഹത്തിനോട് പെരുമാറിയത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ശ്രീനാരായണ ഗുരു തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പെരിങ്ങോട്ടുകരക്കാരോട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഈ സമൂഹത്തിനോടൊരു വിരക്തി തോന്നി. ആ വിരക്തി അദ്ദേഹത്തിൽ സമാധി എന്നുള്ള ഒരാശയം കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം ആകുന്നതെന്നാണ് എൻ്റെ ഉറച്ച നിലപാട്. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുവെച്ചാൽ എനിക്കിനിയൊന്നും ചെയ്യാനില്ല, അതാണ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് ഒരു സൂചന അടുത്തിടെ തൻ്റെ അടുത്തുള്ള ഭക്തർക്കും ശിഷ്യന്മാർക്കും അദ്ദേഹം കൊടുത്തു. ഇതൊരു സൂചനയാണ്. പല സൂചനകൾ കൊടുത്തു. അടുത്ത സൂചനയാണ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഈ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയും എന്തെല്ലാം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇപ്പം തന്നെ ഇവിടെ വന്നിട്ട് ഇനി ആ ക്ഷേത്ര നിർമ്മാണം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഓരോ പ്രവൃത്തികളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർ ആ ഒരു രീതിയിൽ മാത്രമേ ഈ സൂചനയെ കണ്ടോളൂ. പക്ഷേ നമുക്കറിയാമല്ലോ, ആ യതിവര്യൻ, ആ ത്രികാല ജ്ഞാനി മനുഷ്യരെക്കാൾ അപ്പുറത്തൊരു തലത്തിൽ നിൽക്കുകയാണ്. നമ്മുടെ 1919 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു നിർണായകമായ ഒരു നാഴികക്കല്ലാണ് നമ്മുടെ ഒരു പ്രമുഖമായ ജാലിയൻ വാലാബാഗ് സംഭവിക്കുന്നത് അവിടെയാണ്. ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിൽ അടിച്ച് പ്രതിഷേധക്കാരെ മൃഗീയമായി വെടിവെച്ച് കൊന്ന ആ സംഭവം, പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ഒരു പ്രവേശന കവാടം മാത്രമുള്ള സ്ഥലത്തേക്ക് പ്രതിഷേധക്കാർ എത്തിയപ്പോൾ ഏതൊരു പ്രകോപനവുമില്ലാതെ പ്രതിഷേധക്കാർക്ക്
ഒരു തരത്തിലുള്ള പ്രകോപനവും കാണിച്ചിട്ടില്ല. സമാധാനപരമായിട്ട് പ്രതിഷേധമായിരുന്നു. മൃഗീയമായി അവരെ കൊല ചെയ്യപ്പെട്ടു ജനറൽ ടയർ. അപ്പോൾ ആ ആദ്യവാരം എന്ന് വെച്ചാൽ ഈ സംഭവമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ ആ വർഷത്തിൻ്റെ പ്രാധാന്യം കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. 1919 ജനുവരി ആദ്യവാരം അദ്ദേഹത്തിന് ഒരു ജ്വരം പിടിപെട്ടു. അധ്യാത്മ ചര്യയ്ക്കും കർമ്മ നിഷ്ഠാനങ്ങൾക്കും അദ്ദേഹം ഒരു വീഴ്ചയും വരുത്തിയില്ല. അദ്ദേഹം നേരെ പോവുകയായിരുന്നു. സംസ്കൃത ക്ലാസ്സുകൾ, വേദാന്ത ഉപദേശങ്ങൾ അതും തുടർന്നു, മുടക്കമില്ല. ഇപ്പോൾ കുറച്ച് ശിഷ്യന്മാർ പറഞ്ഞു, നമുക്ക് ആശുപത്രിയിലേക്ക് പോകണം, ആശുപത്രിയിലേക്ക് പോയേ പറ്റൂ. ശിഷ്യന്മാരുടെ ആവശ്യം. ജ്വരം അങ്ങനെ തന്നെ നിൽക്കുകയാണ്, പനി അങ്ങനെ തന്നെ നിൽക്കുകയാണ്, ഇത്തിരി ഉയർന്ന താപനിലയാണ് എന്ന ജ്വരം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഞാൻ ആശുപത്രിയിൽ പോകാൻ തയ്യാറല്ല. സാധാരണ നിലയ്ക്ക് അപ്പോൾ ആശുപത്രിയിൽ പോയിരുന്നെങ്കിലോ, ആദ്യ സമയത്ത് തന്നെ അദ്ദേഹം മരുന്ന് സേവിച്ചിരുന്നെങ്കിലോ, അദ്ദേഹത്തിന് അറിയാമെന്നുള്ള മരുന്ന് തന്നെ അദ്ദേഹം സേവിച്ചിരുന്നെങ്കിലോ ആ അസുഖം അന്ന് തീരും. അദ്ദേഹം വീണ്ടും നമുക്ക് ഒരു മുതൽക്കൂട്ടാകുമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, സമൂഹത്തിനോടുള്ള വിരക്തി, ചില ഏരിയയോടുള്ള വിരക്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എത്ര അതിനെ അമർത്തി വയ്ക്കാൻ ഒരുപക്ഷെ ആ സന്യാസി ശ്രേഷ്ഠന് പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ഈ ഒറ്റ വാക്ക്, വേണ്ട, മരുന്നൊന്നും വേണ്ട. ഇത് തന്നെയാണ്, വേണ്ട, മരുന്നൊന്നും വേണ്ട. പക്ഷേ ഇവരിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയേ പറ്റും. എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ മരുന്ന് കഴിക്കാം, ഈ അസുഖത്തിന് ഞാൻ തന്നെ ഒരു മരുന്ന് പറഞ്ഞു തരാം. അങ്ങനെ ഒരു മരുന്നുണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഈ മരുന്ന് നമ്മുടെ അപ്പുശാന്തിയാണ് മരുന്ന് എല്ലാം റെഡിയാക്കി കൊടുക്കുന്നത്. പനിക്കുള്ള ആ അപൂർവ മരുന്ന് അപ്പുശാന്തിക്ക് പിന്നീട് ഉപകാരപ്പെട്ടു. ആ ഏരിയയിലുള്ള മറ്റ് പലർക്കും ഈ പനിക്കുള്ള മരുന്ന് ഉപകാരപ്പെട്ടു. അവിടെ നമ്മുടെ ശിവലിംഗദാസ് സ്വാമികൾക്ക് അത് പ്രയോജനപ്പെട്ടില്ല. എന്നിരുന്നാലും ഈ ജ്വരം കൂടിയും കുറഞ്ഞും നിന്നു. അതായത് ഈ ആത്മാവിനെ ശരീരത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി, നല്ലൊരു ശരീരത്തിൽ നിന്നും ആത്മാവിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരീരം കുറച്ച് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ, ആത്മാവിൻ്റെ ഉടുപ്പാണ് ശരീരമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം നല്ലൊരു ഉടുപ്പുള്ളപ്പോൾ നമ്മളത് ഊരിയെറിയാൻ ബുദ്ധിമുട്ടാണ്. കുറച്ചെങ്കിലും അതിനൊരു ഇത് വേണ്ടേ, എങ്കിലല്ലേ നമ്മൾ ഊരിയെറിയാൻ പറ്റും. ഇല്ല, ഈ ശരീരത്തെ ഇദ്ദേഹം ക്ഷയിപ്പിക്കുകയായിരുന്നു എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സാമൂഹ്യ വിരക്തി എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കാൻ കഴിയും. ശരീരത്തെ അദ്ദേഹം ക്ഷയിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും ഈ മരുന്ന് പിന്നെ പലർക്കും പ്രയോജനപ്പെട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, അദ്ദേഹം നല്ലൊരു സിദ്ധവൈദ്യനായിരുന്നു. അദ്ദേഹം വൈദ്യം അങ്ങനെ ഒരാളിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് അദ്ദേഹം വൈദ്യം എപ്പോഴാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായ ഒരു ഉത്തരം പറയാനില്ല. പക്ഷേ ഈ വൈദ്യത്തിൻ്റെ കാര്യം ആരിൽ നിന്ന് കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ രാമാനന്ദ സ്വാമികളിൽ നിന്നുമാണ് ഈ വൈദ്യത്തിൻ്റെ കാര്യം നമുക്ക് കിട്ടുന്നത്. അദ്ദേഹം ഈ സിദ്ധവൈദ്യം രാമാനന്ദ സ്വാമിക്ക് പറഞ്ഞു കൊടുത്തു. രാമാനന്ദ സ്വാമി തേറയിൽ നാരായണൻ വൈദ്യർക്ക് നൽകി. അപ്പോൾ രാമാനന്ദ സ്വാമിയാണല്ലോ കൂർക്കഞ്ചേരിയിൽ ഒരു സിദ്ധ വൈദ്യശാലയും എല്ലാം കൂടെ ആയുർവേദശാലയും ഒരുമിച്ച്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം അത് പാരമ്പര്യമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലാക്ഷിക്ക് നൽകി. ഭർത്താവ് ഭാര്യയ്ക്ക് നൽകി. അനന്തരം മകൻ അനന്തപ്രസാദ് എന്നാണ് ഇവരുടെ മകൻ്റെ പേര്. അനന്തപ്രസാദിന് ഈ സിദ്ധവൈദ്യം കിട്ടി. ഇപ്പം നിലവിൽ ഇതിനെ കൂടെ ഒരു അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. പക്ഷേ എനിക്ക് ഇവരിലുള്ള ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ സാധ്യതയുണ്ട് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് അനന്തപ്രസാദിൻ്റെ മകനോ ചെറുമകനോ ഇപ്പോഴും ഈ സിദ്ധവൈദ്യത്തിലൂടെ അവർ മുന്നേറാമായിരിക്കാം. ലോകത്തുള്ള ചികിത്സാ രീതികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വൈദ്യശാഖയാണ് സിദ്ധവൈദ്യം എന്ന് പറയുന്നത്. സിദ്ധവൈദ്യത്തിന് എല്ലാ തരത്തിലുള്ള രോഗത്തിനും ചികിത്സയുണ്ട്. പക്ഷെ അത് ഇന്ന് വരെ അതിൻ്റെ ശാസ്ത്രീയത
തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴത്തെ എന്തോ കേന്ദ്രത്തിലെ സർക്കാർ അതിന് പ്രത്യേക തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ സിദ്ധവൈദ്യം പഠിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിക്കാൻ വേണ്ടി കുട്ടികൾ തയ്യാറായിട്ട് ഇറങ്ങുന്നുമുണ്ട്. ആയുർവേദത്തെക്കാൾ സിദ്ധവൈദ്യത്തിന് പ്രാധാന്യം കൊടുത്ത് കുട്ടികൾ തയ്യാറായിട്ട് വരുന്നു. ഈ കാര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാമാനന്ദൻ്റെ സ്വാമികളുടെ ശിഷ്യനായിരുന്നു കൃഷ്ണൻകുട്ടി വൈദ്യർ. ഈ കൃഷ്ണൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൃഷ്ണൻകുട്ടി വൈദ്യരല്ല, രാമാനന്ദൻ ഈ കൃഷ്ണൻകുട്ടി വൈദ്യർ രാമാനന്ദൻ്റെ ശിഷ്യനായിരുന്നു. ആ പരമ്പരയിൽ ഇദ്ദേഹം കൃഷ്ണൻകുട്ടി വൈദ്യർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ, രാമാനന്ദൻ കൃഷ്ണൻകുട്ടി വൈദ്യർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഇദ്ദേഹം ഓർമ്മിച്ചെടുത്തൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ സൊവനീർ, അത് ഏത് വർഷമാണ് പ്രസിദ്ധപ്പെടുത്തിയെന്നൊന്നും അതിലെനിക്ക് വ്യക്തമായിട്ട് നോക്കാനില്ലായിരുന്നു. ഒരു പഴയ സൊവനീറാണ് എനിക്ക് കിട്ടിയത്. ആ പഴയ സൊവനീറിൽ നിന്ന് ഏത് വർഷത്തെ കോപ്പിയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ അതിൽ ഈ കൃഷ്ണൻകുട്ടി വൈദ്യർ ഈ രാമാനന്ദൻ്റെയും അതേപോലെ രാമാനന്ദ സ്വാമികൾ തൻ്റെ ഗുരുനാഥനായ ശിവലിംഗദാസ സ്വാമികളെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ ഇത് നല്ലൊരു സിദ്ധവൈദ്യനായിരുന്നു, സംസ്കൃത ഭാഷ അറിയാമായിരുന്നു, തമിഴ് ഭാഷ അറിയാമായിരുന്നു. ഇദ്ദേഹത്തിൽ നിന്നുമാണ്, കൃഷ്ണൻകുട്ടി വൈദ്യൻ്റെ ഓർമ്മക്കുറിപ്പിൽ നിന്നുമാണ് കിട്ടുന്നത്. ഇദ്ദേഹം തമിഴ് ഭാഷയുടെ പ്രകാണ്ഡ പണ്ഡിതനായിരുന്നു. തമിഴ് ഭാഷ അറിയാമായിരുന്നു, വേദാന്തം ഇതും അറിയാമായിരുന്നു. ഇതെല്ലാം, ഈ കാര്യത്തിലെല്ലാം അദ്ദേഹം ക്ലാസ് എടുത്തിരുന്നു, ക്ലാസ് നയിച്ചിരുന്നു. ഇനി ഈ രാമാനന്ദ സ്വാമികൾ ഒരു കാര്യം കൂടെ പറയുന്നു. സംശയമുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിച്ചു, എന്തെങ്കിലും ശിഷ്യന് സംശയം വന്നു കഴിഞ്ഞാൽ മനസ്സിൽ വിചാരിക്കുക, കിടക്കുക. സ്വപ്ന ദർശനത്തിലൂടെ വന്ന് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഇദ്ദേഹത്തിന് എന്തെല്ലാം കഴിവുണ്ടായിരുന്നു എന്നാണ്. ശിഷ്യന് ആവശ്യം വരുമ്പോൾ, ഇത് അപ്പോൾ ശാന്തിയിലൂടെ അവസാനം പറയുന്ന, ശാന്തിയല്ല, 10-14 വയസ്സായ കുട്ടിയാണല്ലോ, പിന്നീടാണല്ലോ ശാന്തിയാകുന്നത്. ആ ബാലകനോടും അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. നിനക്ക് എന്താവശ്യം വന്നാലും ഞാനങ്ങ് പോകും, പക്ഷെ നിനക്ക് എന്താവശ്യം വന്നാലും എന്നെ ഓർമ്മിച്ചാൽ മതി എന്ന് പറയുന്നൊരു രംഗമുണ്ട്. അത് നമുക്ക് പിന്നീട് പോകും. അപ്പോൾ ഞാനിവിടെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വപ്ന ദർശനത്തിലൂടെ പഠിപ്പിക്കുക അതൊരു പ്രത്യേക കഴിവാണ് അല്ലേ? ഒരു സംശയം, തൻ്റെ ശിഷ്യനുള്ള കഴിവ് സ്വപ്ന ദർശനത്തിലൂടെ വന്ന് ക്ലാസ് എടുത്ത് മനസ്സിലാക്കി കൊടുക്കുക. ഇത്രയും വലിയ ഒരു സിദ്ധനായിരുന്നു ഈ ശിവലിംഗദാസ സ്വാമികൾ. ഇനി ഇദ്ദേഹത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടെ ഉണ്ടായിരുന്നു സ്വാമികൾക്ക്. ഒന്ന്, ധാർമ്മിക അധപ്പതനം അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. കാര്യം എന്താ? ഞാൻ എപ്പോഴും പറയുന്നത്, ഇന്നത്തെ ഹിന്ദു സമൂഹം നോക്കൂ എന്ന് പറയുമ്പോൾ താങ്കൾ വേറൊന്നും വിചാരിക്കരുത്. അവിടെ മാത്രമേ ഈ ധാർമ്മിക അധപ്പതനം എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. മറ്റൊരിടത്തും ധാർമ്മിക അധപ്പതനം കാണാൻ കഴിയുന്നില്ല. ഒരു കുട്ടിയിലൂടെ ക്ഷേത്രത്തിൽ പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാ ക്ഷേത്രത്തിൽ പോകുന്നത്? എന്താ ക്ഷേത്രം? എന്തിനവൻ നന്നാവുന്നുണ്ടോ? നന്നാവുന്നില്ല. മറ്റു മതക്കാരെ നോക്കൂ, അവർ കൃത്യമായിട്ട് അവരുടെ ആരാധനാലയത്തിൽ പോകുന്നു, അവർ നന്നാവുന്നു. യവനോ? ഇവിടുത്തെ ഹിന്ദു വിഭാഗം എന്ന് വെച്ചാൽ ഉള്ള കാര്യം വ്യക്തമായിട്ട് പറയും. ഇവിടുത്തെ ഹിന്ദു വിഭാഗം എന്ന് വെച്ചാൽ എന്നും അധപ്പതനത്തിൽ നിന്നും അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അതിന് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഭക്തിയില്ലായ്മ മാത്രം തന്നെയാണ്. അക്കാര്യത്തിൽ സംശയം. ഭക്തിയില്ലാതെ ലോകം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റഷ്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയെന്ന്. എന്താണ് കാരണം? ഭക്തിയില്ല, ഈശ്വര ആരാധനയില്ല. അതുകൊണ്ട് അവർ നശിച്ചു പോയി. ജപ്പാനോ സർവ്വം നശിച്ചിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഉണ്ടാകുന്നത്. ഈ ജപ്പാനിലെ സംഭവം റഷ്യയിലാണ് ഉണ്ടായിരുന്നുവെങ്കിൽ റഷ്യ എന്ന് കാണാൻ പോലും കഴിയില്ലായിരുന്നു. അതാണ് അവസ്ഥ. പോട്ടെ. അപ്പോൾ ധാർമ്മിക അധപ്പതനം ഇദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. മതം, ഈ ഹിന്ദു മതം, അത് ഏത് മതമായാലും അവരിങ്ങനെ അധപ്പതനത്തിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുളി, കുറി, ആ കാര്യങ്ങൾ. അധാർമികത എന്ന് വെച്ചാൽ ധാർമ്മികതയില്ലായ്മ. ഇവിടെ മതമില്ലായ്മയല്ല ഉദ്ദേശിക്കുന്നത്, ധർമ്മത്തിന് വിപരീതമായി പ്രവർത്തിക്കുക. അതും അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ സമാധിയുടെ കാരണം വിരക്തിയാണ്. അധാർമികത ഇദ്ദേഹത്തിന് സഹിക്കാനേ കഴിയും. ഇദ്ദേഹത്തിനോട് കാണിച്ചതെല്ലാം ധാർമ്മികതയല്ല, അധാർമികതയാണ്. അഴിമതി, അടിപിടി, അക്രമം, മദ്യപാനം,
പുകവലി. ഇങ്ങനെ സമൂഹത്തിലുള്ള തിന്മകൾ ഇദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. അദ്ദേഹം അതിനെതിരെ കടുത്ത അമർഷം തന്നെ കാണിച്ചിരുന്നു. അന്യർക്ക് ഗുണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവം ഏൽപ്പിക്കാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ അദ്ദേഹത്തിൻ്റെ പനി കുറഞ്ഞും കൂടിയും ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. 1919 ജനുവരി 7-ാം തീയതി പ്രഭാതത്തിൽ വിശ്വനാഥ ക്ഷേത്ര ദർശനം ചെയ്ത് അദ്ദേഹം സമാരാധന നടത്തി. അപ്പോൾ ഇന്ന് 7-ാം തീയതിയാണ്, ജനുവരി 7 അദ്ദേഹം രാവിലെ തന്നെ പോയി വിശ്വനാഥ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി തിരിച്ച് വരികയാണ്. തിരിച്ച് വരികയാണ്. പണ്ട് അങ്ങേക്ക് ഓർമ്മ കാണും, 5 ഏക്കർ 46 സെൻറ്റ് വസ്തു, അതായത് ഏതാണ്ട് 5.5 ഏക്കർ വസ്തു. 5.5 ഏക്കർ എന്ന് വരാൻ കാര്യം അന്ന് 5 ഏക്കർ 4.5 സെൻറ്റ് 46 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 6 ഏക്കറൊക്കെ കാണും. 5 ഏക്കറിൽ പണ്ടത്തെ കാര്യമില്ല. അതിൻ്റെ കൂടെ അടുത്ത് ഇന്ന് വസ്തുവിന് ഇത്രത്തോളം പിടിവലിയൊന്നും ഇല്ലാത്തൊരു കാലമാണല്ലോ. ആ സ്ഥലം അത്രയും, ആ പുണ്യഭൂമി, അത് പുണ്യഭൂമിയാണ്. ഞാനും അവിടെ കുറേ അധികം സഞ്ചരിച്ചു. എനിക്കത് മനസ്സിലായി. അത് ഒരു പ്രത്യേകതരം ഊർജം പ്രവാഹം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു പുണ്യഭൂമി തന്നെയാണ്. ആ പുണ്യഭൂമി മൊത്തം അദ്ദേഹം പ്രദക്ഷിണം ചെയ്തു. അവിടെ അത്രയും കറങ്ങിത്തിരിഞ്ഞ് നടന്നു. ക്ഷേത്രഭൂമിയുടെ തെക്ക് ഭാഗത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് വന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്നു. നിന്നിട്ട് കുറച്ച് സമയം അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്താണ് മൗനമായിട്ട്? ശിഷ്യന്മാരെല്ലാം അവർക്ക് സ്വാമി നിൽക്കുന്നു, എന്തോ പ്രാർത്ഥിക്കുന്നു, അത്ര മാത്രമേ അവർക്കറിയാവൂ. കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ജ്വരമാണ്. പക്ഷേ ഈ പ്രവൃത്തിയിലൊന്നും ജ്വരം കാണുന്നില്ല. അവിടെ നിന്ന് എന്തോ പ്രാർത്ഥിച്ചു. കൂടെ ഉള്ള ശിഷ്യരെയൊക്കെ ഇങ്ങോട്ട് മുന്നോട്ട് വരാൻ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ സ്ഥലം നല്ല സ്ഥലമാണ്, ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇതൊരു സൂചനയാണ്. ഈ സ്ഥലം നല്ല സ്ഥലമാണ്, ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ശിഷ്യരെ ആലോചിച്ച്, ഇതെന്താ ഇത് നല്ല സ്ഥലമെന്ന് പറയും? ഇതുള്ള എല്ലാം നല്ല സ്ഥലമാണല്ലോ, പിന്നെ പ്രയോജനപ്പെടുത്തണമെന്ന് പറയാൻ കാര്യം, ഇവിടെ ഓരോ വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഈ സ്ഥലത്ത് എന്തെങ്കിലും വെക്കാൻ വേണ്ടി ആയിരിക്കാം എന്ന് വിചാരിച്ചു. അവിടെ നിന്ന് അദ്ദേഹം കുനിഞ്ഞ് ഒരു പിടി മണ്ണ് വാരി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ മണ്ണ് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അപ്പോഴും ഈ മണ്ണ് പ്രയോജനപ്പെടുത്താനോ? ഇവിടുത്തെ മണ്ണെടുത്ത് വല്ല കെട്ടും വല്ലതും വെക്കാനായിരിക്കാം. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം പറയട്ടെ. അവിടുത്തെ ഉപശാന്തി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ക്ഷേത്രത്തിലെ ഉപശാന്തി, ഇവിടെ കുറച്ച് മണൽ അദ്ദേഹം കുളിക്കാൻ പോകുമ്പോൾ, അവിടെ കുളമുണ്ടല്ലോ, കുളത്തിൽ കുളിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ വാരിക്കൊണ്ട് വരും. കുറച്ച് മണ്ണ് ഇങ്ങനെ വാരിക്കൊണ്ട് വരും. മണ്ണ് വാരിക്കൊണ്ട് വന്നിട്ട് ഒരു പിടി മണ്ണ് കൊണ്ട് ഇവിടെ ഇടും എന്നും ഉപശാന്തി പറഞ്ഞു. അത് ഉപശാന്തി പറഞ്ഞിട്ടുള്ള അറിവാണ്. ഈ മണ്ണും പ്രയോജനപ്പെടുത്തണം. ഇതിൻ്റെ അർത്ഥതലമൊന്നും ആർക്കും മനസ്സിലായില്ല. കറങ്ങിത്തിരിഞ്ഞ് ഉച്ചഭക്ഷണത്തിന് വന്നിരുന്നു. എല്ലാ ശിഷ്യരെയും എല്ലാ ഭക്തരെയും വിളിച്ചു. സാധാരണ ഉച്ചഭക്ഷണത്തിന് സമയമാകുമ്പോൾ ഇദ്ദേഹം വന്ന് കഴിച്ച് എല്ലാവരും കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇദ്ദേഹം കഴിച്ചിട്ട് അങ്ങ് പോകും. പക്ഷെ അന്ന് എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാവർക്കും ഒരു ഉരുള ചോറ്. അത് പണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം അങ്ങേക്ക് അറിയാമോ എന്തോ, വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവരിയ്ക്കുമ്പോൾ ഒരു ഉരുള ചോറെടുത്ത് എല്ലാവർക്കും കൊടുക്കുക. അതിൻ്റെ പൊരുൾ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഒരു നിറവായിരിക്കും. ഇപ്പോൾ ഇദ്ദേഹം അതാണ് ചെയ്തത്. എല്ലാവർക്കും ഒരു ഉരുള ചോറ് പ്രസാദമായിട്ട് ഇങ്ങനെ നൽകുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഭക്തരെ എല്ലാവരുടെയും വീട്ടിലേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. കാര്യം കുറച്ച് ഭക്തർ ഇനി അവിടെ അവശേഷിക്കുന്നു. ചിലപ്പോൾ അവരിനി വൈകുന്നേരവും വരാനുള്ളവരാണ്. അതുകൊണ്ട് അവരോടെല്ലാം വീട്ടിലേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് പതിവില്ലാത്ത വിധം അദ്ദേഹം ഒന്ന് മയങ്ങി. സാധാരണ ഉച്ചമയക്കം പതിവുള്ളതല്ല. അന്ന് അദ്ദേഹം കിടക്കയിലൊന്ന് മയങ്ങി. വൈകുന്നേരം ആയപ്പോൾ അപ്പുശാന്തി മരുന്നുമായിട്ട് വന്നു. നേരത്തെ ആ
മരുന്നിപ്പോൾ അപ്പുശാന്തി ഡെയിലി നിർമ്മിച്ചു കൊടുക്കുകയാണ്. അത് കുടിച്ചു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സിദ്ധന്മാർക്കൊരു കഴിവുണ്ട്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരുപയോഗിക്കുന്നതായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അവരെന്ത് ചെയ്യില്ല, ഉപയോഗിക്കില്ല. അപ്പോൾ ഈ കൊടുക്കുന്ന മരുന്നൊക്കെ ഉപയോഗിച്ചോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട്. പനി കുറഞ്ഞും കൂടിയും നിന്നത് ഈ മരുന്നിൻ്റെ പ്രഭാവമൊന്നുമല്ല. അദ്ദേഹം പനി കൂട്ടണമെന്ന് വിചാരിക്കുമ്പോൾ പനി കൂടും. ആ ശരീരത്തിന് അദ്ദേഹം താൽക്കാലികമായുള്ള ദോഷങ്ങൾ സംഭവിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മരുന്നുകൊണ്ട് കൊടുത്തപ്പോൾ അപ്പുശാന്തിയുടെ ഉള്ളിൽ, അല്ല, അപ്പു എന്ന ബാലകൻ, എപ്പോഴും ശാന്തി എന്നുള്ള പേര് വരുന്നുണ്ട്, അപ്പു എന്ന ബാലകൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു സംശയം. ബാലകൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു സംശയത്തിന് എന്തായിരിക്കും കാര്യം? ചിലപ്പോൾ അറിവുള്ളവർക്ക് ഓരോരോ സമയത്ത് ഓരോരോന്ന് തോന്നും. അറിവുള്ളവർക്കെന്ന് വെച്ചാൽ ആത്മീയത ഉള്ളവർക്ക്. ആത്മീയത എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ബന്ധുക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നമ്മൾ അടുത്ത ബന്ധുക്കളൊക്കെ മരിക്കുമ്പോൾ നമ്മളവിടെ ആ സ്ഥലത്തില്ലെങ്കിൽ നമ്മൾ ഏത് കളിച്ചിരിയുടെ ഇടയിൽ നിന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ദുഃഖം വന്ന് ചേരും. അതിൽ നിന്ന് നമ്മൾ അറിയാതെ പിന്മാറിയിട്ട് പറയും, എനിക്ക് എന്താണെന്നതോ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു എന്ന് പറയും. അതുപോലെ അപ്പുശാന്തിക്ക് ഒരു തരത്തിലുള്ള ഒരു അസ്വസ്ഥത. ഇങ്ങനെ മരുന്ന് കൊടുക്കുകയാണ്, മരുന്ന് കൊടുത്ത് അവിടെ കയ്യും കെട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയണം, ഈ മരുന്ന് കുടിച്ചതിന് ശേഷമോ വാങ്ങിച്ച് കളഞ്ഞതിന് ശേഷമോ ഈ കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു, പറയുന്നു, നാളെ ഞാനങ്ങ് പോകും. അപ്പു എന്താണ് ചിന്തിക്കുന്നത്? അപ്പുവിന് ഏതൊരുവിധ ക്ലേശവും ഉണ്ടാവുകയില്ല. എന്ത് വിഷമം വരുമ്പോഴും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇത്രയും പറഞ്ഞു. അപ്പു എന്ന ബാലൻ വിചാരിച്ചു, എന്താണ് ഇതൊക്കെ ഇപ്പോൾ പറയുന്നത്? അദ്ദേഹം അല്ലെങ്കിലും ഇവിടെ തന്നെ ഉണ്ടല്ലോ, ക്ലേശം വരുമ്പോൾ എന്നെ വിചാരിക്കാനൊന്ന്, ഇനി നാളെ എവിടെയാ പോകുമെന്ന് പറയുന്നത്? ശിവഗിരിയിൽ നിന്ന് ഗുരു വന്നിട്ട് പോയി, ശിവഗിരിയിൽ പോയിട്ട് കുറേ കാലമായിന്ന് സ്വാമികൾ അവിടെ ഇരുന്ന് പറയുന്നത് കേട്ടു. അതിലൊക്കെ 2 ദിവസത്തിന് മുമ്പേ ഇവിടെ കുറുക്കഞ്ചേരി പെരിങ്ങോട്ട് കരക്കാരും അവരും വന്നു. അപ്പോൾ അങ്ങോട്ട് പോകുമെന്നായിരിക്കും എന്ന് ഈ ബാലൻ വിചാരിച്ചു. ഈ ബാലൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കെ കാരുണ്യത്തോടെ ബാലനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭസ്മസഞ്ചി എടുത്ത് ബാലൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് കനുവോടെ പറഞ്ഞു, ഇത് ഉപയോഗിക്കുക. എന്ത് ക്ലേശം വരുമ്പോഴും ആ ക്ലേശത്തിൽ നിന്ന് മാറാൻ ഇത് ഉപയോഗിക്കുക. എന്നെ ഓർമ്മിക്കുക. ഇത് ആ അപ്പു എന്ന ബാലകൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എന്തോ നിധി കിട്ടിയൊരു സന്തോഷമോ. കാര്യം എന്താ, ഇങ്ങനെ ഒരു സഞ്ചി ഈ ബാലൻ നിന്ന് വരെ സന്യാസിയുടെ അടുത്തിരിക്കുന്ന കണ്ടിട്ടില്ല. നമ്മുടെ ശിവലിംഗദാസ സ്വാമിയുടെ അടുത്തേക്ക് ഇരിക്കുന്ന. പക്ഷെ ഇപ്പം ഇടുപ്പീനടുത്ത് കൊടുക്കുന്നുമുണ്ട്. ഇതെവിടെ ഇരുന്നു, എങ്ങനെ ഇരുന്നു, അതൊന്നും ഇവിടെ നിന്ന് ഭസ്മം എടുക്കുന്നത് ഈ ബാലൻ കണ്ടിട്ടില്ല. അപ്പം ഇതെന്തായാലും ഒരു നിധി തന്നെ. ആ നിധിയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുണ്ടെങ്കിൽ തനിക്കെല്ലാം സാധ്യം. പാവം ബാലകന് അറിഞ്ഞൂടാ. ശാന്തി നമ്മുടെ ശിവലിംഗദാസ സ്വാമികൾ സമാധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈ ബാലകൻ അറിഞ്ഞൂടാ. എന്തോ ഒരു സമ്മാനം കിട്ടി. നേരത്തെ ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട്, മുണ്ട്. അതേപോലത്തെ ഒരു സമ്മാനം ഇതും കൊണ്ട് ഓടി. ഈ സഞ്ചിയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പിൽക്കാല രഹസ്യം. അപ്പുശാന്തിയാകുന്നതും സമാദരണീയനാകുന്നതിൻ്റെ എല്ലാം കാരണം ഈ സഞ്ചിയാണ്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ സന്ധ്യാവന്ദനം. അതിനും ഒരു കുറവും വരുത്തിയില്ല. ഇന്ന് ജനുവരി 7 സന്ധ്യാവന്ദനം, ധ്യാനം, ജപം എല്ലാം മുറപ്രകാരം നടന്നു. ഇനി വൈകുന്നേരത്തെ ക്ലാസ്, ജ്വരമാണെന്ന് മനസ്സിലാക്കണം. വൈകുന്നേരത്തെ ക്ലാസ് സംസ്കൃതം അതന്നും പഠിപ്പിച്ചു.
പതിവിന് വിപരീതമായി 8 മണിക്ക് ക്ലാസ് നിർത്തും. പക്ഷെ അന്ന് 8 മണിയായിട്ടും ക്ലാസ് കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ ഇരുന്ന് ആരോ ഗുരുവിനെ ഓർമ്മിപ്പിച്ചു. കാര്യം എന്തോ ഇപ്പം നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, ആവശ്യമുള്ളവൻ അങ്ങനെ എന്തോ ഒരു ചൊല്ല്, എനിക്ക് ആ ചൊല്ല് ശരിക്കും ഓർമ്മ വരുന്നില്ല. കാര്യം ഇവിടെ ഈ 8 മണിയാകുമ്പോൾ അഴിച്ച് പോകാം എന്നിരിക്കുകയാണ്. ചിലപ്പോൾ 1 മണിക്കൂർ ക്ലാസ് ആയിരിക്കും. അപ്പം 8 മണി കഴിഞ്ഞിട്ടും ക്ലാസ് നിർത്തുന്നില്ല. അപ്പോൾ എല്ലായിടത്തും ഓരോ ബിരുദന്മാർ കാണുമല്ലോ. ആ ബിരുദൻ ഗുരുവിനെ ഓർമ്മിപ്പിച്ചു. സമയം 8 കഴിഞ്ഞിരിക്കുന്നു. ശരി, 8 മണിയായി, നമുക്കൊരു ക്ലാസ് കഴിഞ്ഞാൽ സമൂഹ പ്രാർത്ഥനയുണ്ട്. സമൂഹ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നാളെ ഞാനങ്ങ് പോകും. വളരെ പതിഞ്ഞ സ്വരത്തിൽ, നാളെ ഞാനങ്ങ് പോകും. ശിഷ്യന്മാരെല്ലാം, ഇന്ന് ജനുവരി 7 ഞാൻ വീണ്ടും പറയാണ്, ശിഷ്യന്മാരെല്ലാം പരസ്പരം നോക്കി, ഇത് എവിടെയാ പോകുന്നത്? നാളെ ഞാനങ്ങ് പോകും, ഇത് എവിടെയാ പോകുന്നത്? അവർക്ക് ഒരു പിടിയില്ല. അവരും ഈ പഠന ക്ലാസ്സിൽ വന്നവരും വിചാരിച്ച ഇത് തന്നെ. ഒന്നുകിൽ ശിവഗിരിക്കായിരിക്കും, ഇദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കാണാൻ പോകുന്നു. അതല്ല എങ്കിൽ പെരിങ്ങോട്ടുകരയിലൊന്ന് പോയിട്ട് വരാൻ വേണ്ടിയായിരിക്കും. ആ രീതിയിൽ അവരും വിചാരിക്കുന്നു. രാത്രി 10 മണിവരെ അവരോടെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാര വിഷയങ്ങളോ എല്ലാം സാരോപദേശങ്ങൾ. 8 മണിക്ക് ക്ലാസ്, 8 മണിക്ക് മുമ്പ് ക്ലാസ് നിർത്തിയിട്ട് വിശ്രമമാണ്. ഇവിടെ മണി 10 സാരോപദേശങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണ്. അതായത് എത്രയോ മനുഷ്യജന്മം കഴിഞ്ഞിട്ടാണ്, അല്ലെ, എത്രയോ മൃഗജന്മം കഴിഞ്ഞിട്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. അത് ആ ജന്മം കൊണ്ട് ഈശ്വരനെ അറിയാം. അതായത് ഈശ്വരനെ അറിഞ്ഞ മനുഷ്യജന്മമേ ഉണ്ടാകാവൂ. ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തേന്ന് പറയുന്നത്, ആത്മീയ പുരോഗതി ഉണ്ടായാൽ മാത്രമേ ശാന്തി ലഭിക്കൂ. മനഃശാന്തി വേണമെങ്കിൽ ആത്മീയ പുരോഗതി ഉണ്ടാകണം. ആത്മീയ പുരോഗതി ഇല്ലാത്തവന് മനഃശാന്തി ലഭിക്കില്ല. മൂന്നാമത്തേതെന്ന് പറയുന്നത്, ഭൗതിക പുരോഗതി ഉണ്ടായാൽ നമ്മളെ അകർകർമ്മണ്യനാക്കും, കർമ്മം ചെയ്യാത്തവനാക്കി തീർക്കും. കർമ്മം ചെയ്യാൻ തോന്നില്ല. ഭൗതിക സാഹചര്യങ്ങൾ എത്രത്തോളം ഉയരുമോ അത്രത്തോളം നമ്മൾ പ്രവർത്തന നിരതനാകാതെ പ്രവർത്തനത്തിൽ നിന്നും പിന്മാറി പോകും. അപ്പോൾ കർമ്മം, നമ്മൾ ചെയ്യേണ്ട കുറേ കർമ്മങ്ങളുണ്ട്, ആ കർമ്മം നമുക്ക് കുറയും. ഈശ്വരനെ ഈശ്വരൻ ഗുരുവായി നമ്മുടെ മുന്നിൽ വരും, നമുക്ക് വഴി കാണിച്ചു തരും. ആ വഴിയെ നമ്മൾ നടത്താം. അപ്പോൾ പറഞ്ഞത്, ഈ മനുഷ്യജന്മത്തിൽ ഈശ്വരനെ അറിയുക. ഇത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ പറയണം. ഈ മനുഷ്യജന്മത്തിൽ ഈശ്വരനെ അറിയുക. ഭൗതിക സാഹചര്യം നമ്മളെ കർമ്മത്തിൽ നിന്നും പ്രതിചലിപ്പിക്കും. ആത്മീയമായിട്ട് ഉള്ള ഉണർവാണ് നമ്മളുടെ മനസ്സിന് ശാന്തി കിട്ടുന്നത്. ഈശ്വരനാണ് ഗുരുവായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നമുക്ക് അറിവ് പകർന്നു തരുന്നത്. അദ്ദേഹം പോകുന്ന വഴിയേ പോവുക. ഇതൊക്കെ കേട്ട് അവിടെ ഇരുന്ന് ചിലരൊക്കെ ഉറക്കം തൂങ്ങി. വേണമെന്നുള്ള കുറച്ച് പേര് 12 മണി വരെ ഉറങ്ങാതിരുന്നു. 12 മണിയായപ്പോൾ എല്ലാവരും ഏതാണ്ട് റെഡിയായി, ഉറക്കമൊക്കെ തുടങ്ങി. ഇത് കേട്ട് അവരുറങ്ങി. ഇപ്പോൾ ആകെ ഉള്ളത് അപ്പുശാന്തി. അതായത് അപ്പു എന്ന ബാലകൻ. എപ്പോഴും ഈ ശാന്തി എന്ന വാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പു എന്ന ബാലകൻ ഗുരുവിൻ്റെ വലിയ ശുശ്രൂഷകനാണ്. കാര്യം, തനിക്ക് ഒരു ജീവിതം തന്ന മഹത് വ്യക്തി. അപ്പോൾ വലിയ ശുശ്രൂഷകനാണ്. ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് മാത്രമേ, ഗുരു ഉറങ്ങിയിട്ട് മാത്രമേ ഇപ്പം അപ്പുശാന്തി ഉറങ്ങാറുള്ളൂ. ഗുരു എന്നും കിടക്കുന്ന സ്ഥലത്തേക്ക്, ആ സത്രത്തിൽ തന്നെ ഒരു മുറിയുണ്ട്. ആ മുറി നമുക്ക് കാണിച്ചു കൊടുക്കണം. ആ മുറിയുടെ അകം കാണാൻ പറ്റില്ല. അതിൻ്റെ ഗ്രില്ലുകൾ വെച്ച ആ ഭാഗം, അതിൻ്റെ അകം ക്യാമറ നിരോധനമാണ്. ഗ്രില്ലുകൾ വെച്ച് ഉള്ള ഒരു ഭാഗം, അതിനുള്ളിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഈ സത്രം ഇന്ന് പൊളിച്ചു. ആ മുറി നിലനിർത്തിക്കൊണ്ട് സത്രം പൊളിച്ച് പുതിയത് വെച്ചു എന്ന് വെച്ചാൽ പണ്ടത്തെ സത്രം വെച്ചതല്ലേ, വർഷങ്ങൾ എത്രയും കഴിഞ്ഞു. അന്നത്തെ കെട്ടിടം ഇരിക്കണമെന്നില്ലല്ലോ. പുതിയത് വെച്ചു. അവിടെ അദ്ദേഹം ആ സത്രത്തിൻ്റെ അവിടെ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് സമാധി എന്നതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയണം. ഹിന്ദു മതത്തിൻ്റെ
അല്ലെങ്കിൽ ഹിന്ദുമതത്തിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ പാരമ്പര്യമായിട്ട് വരുന്ന ഒരു അനുഷ്ഠാന വിധി, അല്ലെങ്കിൽ യോഗ പാരമ്പര്യങ്ങളിൽ കാണാവുന്ന, അതിൽ 8 വിധികളുണ്ട്. അതിൽ 8ാമത്തെ വിധിയാണ്, മറ്റ് വിധികൾ ചർച്ച പിന്നീടാകാം, കാര്യം നമ്മുടെ സത്സംഗം നീണ്ടുപോകും. അതിൽ 8ാമത്തെ വിധിയാണ് സമാധി എന്ന് പറയുന്ന അവസ്ഥ. ഈ സമാധി എന്ന് പറയുമ്പം പലരും ഈ സമാധിക്ക് വേണ്ടി പല രീതികളാണ് പറയുന്നത്. നമുക്ക് വളരെ പണ്ടുകാലം മുതൽ തന്നെ നമുക്കറിയാമെന്നുള്ള ഒരു കാര്യമുണ്ട്. അത് ഇതാണ്: ഋഷിവര്യന്മാർക്ക് അവരുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയും. സാധാരണ രീതിയിൽ അവരുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയും. ഇവരിങ്ങനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ശ്വാസം എപ്പോൾ പുറത്തോട്ട് പോകണം, എപ്പോൾ അകത്തോട്ട് വേണം എന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരും. ഇനിയും കുറച്ചുകൂടെ പോകുമ്പോൾ ഈ ശരീരത്തിന് ശ്വാസം വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അവരാ കാര്യം അങ്ങ് തീരുമാനിക്കുന്നു. ശരീരം മാത്രമേ അവിടെ നഷ്ടപ്പെടുന്നുള്ളൂ, ആത്മാവ് അവിടെ തന്നെ നിലനിൽക്കുകയാണ്. കാര്യം ഈ ശരീരത്തിനുള്ളിൽ അവർ മറ്റൊരു ശരീരത്തിലേക്ക് കിടക്കില്ല, ഇനിയൊരു ശരീരത്തിലേക്ക് പോയി കിടക്കില്ല. കാര്യം അവരെ കൊണ്ട് കഴിയും, ഈ ശരീരവും കൊണ്ട് വീണ്ടും മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ അവർ ശരീരം ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് ഈ ശരീരം ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ഈ ശരീരം വലിഞ്ഞ് അസ്ഥിയും തൊലിയും മാത്രമുള്ള ഒരു രൂപത്തിൽ എത്തിച്ചേരും. അത് ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ ഭീകരതയുണ്ടാകും. ഇതിനുള്ള മാംസവും കൊഴുപ്പുകളും എല്ലാം അലിഞ്ഞ് ഇല്ലാതെയാകും. അതെങ്ങനെയാണ് അലിയുന്നതെന്ന് കേട്ടാൽ കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ അവരുടെ ശരീരത്തെ അവരങ്ങ് ഉപേക്ഷിക്കും. അപ്പോൾ ചുരുക്കി പറയാമെങ്കിൽ ഒരു പ്രത്യേക സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയം എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് മരണം കാക്ഷിക്കുന്ന സമയത്ത്. പക്ഷേ മരണമല്ല എന്നുകൂടെ മനസ്സിലാക്കണം. മരണമെന്ന് പോയി കഴിഞ്ഞാൽ ആത്മാവും അങ്ങ് പോയി ലയിക്കുന്നു, ശരീരവും നശിക്കുന്നു. നമ്മളെ ശ്രോതാക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ഒരു പ്രത്യേക സമയത്ത്, അല്ലെങ്കിൽ മരണം കാക്ഷിക്കുന്ന സമയത്ത് ബോധപൂർവം ശരീരത്തെ ഉപേക്ഷിക്കുന്ന ഒരു പ്രവൃത്തി, ബോധത്തോടുകൂടി ശരീരത്തെ ഉപേക്ഷിക്കുന്ന ഒരു പ്രവൃത്തി, ഇതിനെയാണ് സമാധി എന്ന് പറയുന്നത്. സമാധിക്ക് നമ്മൾ അനേക പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ അനേക തരത്തിലാണ് നിർവചനം കൊടുത്തിരിക്കുന്നത്. ഞാൻ വളരെ ലഘുവായ രീതിയിൽ എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഇത്ര ലഘുവായിട്ട് പറഞ്ഞത്. ഇനി മറ്റൊരു പുസ്തകത്തിൽ ഇതല്ല, ഇങ്ങനെയൊക്കെയാണ് സമാധി, സമമായിട്ടുള്ള ആദി, ശരീരത്തെ സമപ്പെടുത്തുകയാണ്. ശരീരത്തെയും ആത്മാവിനെയും സമപ്പെടുത്തുമ്പോൾ എന്താ, ഒന്ന് ഇങ്ങോട്ട് വരുന്നു, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുന്നു. അത് ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത്, എപ്പോഴും വേണോ ചെയ്യാൻ പറ്റും. അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുന്നു, അതിൽ ശരീരത്തിനെ ഉപേക്ഷിക്കുന്നു, ആത്മാവ് അവിടെ തന്നെ കുടികൊള്ളുന്നു. ഇനി ചിലർ പറയുന്നുണ്ട് സമാധി എന്ന് പറയുമ്പോൾ ജീവൽ സമാധിയുണ്ട്. ആ ജീവൽ സമാധി എന്ന് പറയുമ്പോൾ ആത്മാവ് ശരീരത്തിൽ തന്നെ നിലനിർത്തും, പുറത്തേക്ക് വരില്ല, ആ ശരീരത്തിൽ തന്നെ നിലനിർത്തും എന്നും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനോട് വിയോജിപ്പോ അനുയോജ്യമോ ഒന്നുമില്ല, എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ സമാധി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഏതാണ്ട് മനസ്സിലാകും. അതായത് ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ആഴത്തിലുള്ളതും ബോധപൂർവമായ ധ്യാനാവസ്ഥയിൽ നിന്നൊരു മോചനം, ഇതാണ് സമാധി എന്ന് പറയുന്നത്. നമ്മുടെ സ്വാമികൾ, അതായത് ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ സമാധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി കഴിഞ്ഞിരിക്കുകയാണ്, ഉറക്കത്തിലേക്ക് ആൾക്കാരെല്ലാം പോയി. 12 മണി കഴിഞ്ഞു. ബാലകനായ അപ്പവും പോയി. അദ്ദേഹം സമാധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങൾ വിചാരിക്കുന്നു അദ്ദേഹം ഉറങ്ങുകയാണ്. ഇന്ന് 1919 ജനുവരി 8, അതായത് മലയാള വർഷം പറഞ്ഞു കഴിഞ്ഞാൽ 1094 ധനുമാസം 24-ാം തീയതി. ധനുമാസത്തിൻ്റെ തണുപ്പിനെക്കുറിച്ച് ഞാൻ അങ്ങയോട് പറയേണ്ട കാര്യമില്ല, അല്ലേ? നമ്മൾക്ക് കേരളത്തിൽ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ തണുപ്പെന്ന് പറയുന്നത് ധനുമാസമാണ്. ആ ധനുമാസത്തിൻ്റെ
തണുപ്പിൽ. അതായത് ഇങ്ങനെ ഒന്ന് എണീറ്റ് നിന്നാൽ കൈകളെല്ലാം ഇങ്ങനെ നിവർത്താൻ പറ്റാത്തത്ര ആ തണുപ്പുള്ള പ്രഭാതത്തിലെ സൂര്യോദയത്തിന് മുമ്പ് 5 മണി, ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മമുഹൂർത്തം. 3 മണി മുതൽ 5 മണി വരെയാണല്ലോ ബ്രാഹ്മമുഹൂർത്തം. ആ ബ്രാഹ്മമുഹൂർത്ത സമയം എല്ലാവരും ഉറക്കത്തിലാണ്. വിശ്വനാഥ ക്ഷേത്രത്തിലെ ശാന്തി, അന്നത്തെ ശാന്തി ആരെന്ന് എനിക്കറിയില്ല, നീണ്ട മണിയടി ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ക്ഷേത്രത്തിൽ പൂജയ്ക്കുള്ള സമയമായി. പൂജയുടെ ഒരുക്കത്തിന് മുമ്പുള്ള ആ നീണ്ട മണിയടി ശബ്ദമാണ് കേൾക്കുന്നത്. അതൊരു ബുധനാഴ്ച ദിവസമായിരുന്നു. ആ ദിവസത്തിന് എന്തെല്ലാമോ പ്രത്യേകത. പ്രകൃതിയിലെ കാറ്റ് വീശുന്നില്ല, മരത്തിൻ്റെ ചില്ലകൾ അനങ്ങുന്നില്ല. കാക്കകളുടെ ശബ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ശബ്ദമാണ്. ഈ കാക്കയ്ക്ക് ഈ ബലിച്ചോറ് കാണുമ്പോൾ ഉള്ള ഒരു പ്രത്യേക ശബ്ദമാണ്. കാക്ക ഓരോ പ്രാവശ്യവും കരയുന്ന ഓരോ രീതിയിലാണ്. അതുമായി പഠനം നടത്തിയിട്ടുള്ളവരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ കാക്കയുടെ, അന്നത്തെ ഈ കാക്കയുടെ ശബ്ദം ഒരു പ്രത്യേക ശബ്ദമാണ്. കുയില് പാടുക എന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് കുയില് പാട്ടാണോ കരച്ചിലാണോ എന്നറിയില്ല. പക്ഷികൾ എങ്ങാനും ഒരു ചലപ്പ് മാത്രം. സാധാരണ ഈ സമയത്തൊക്കെ പക്ഷികളുടെ ചലപ്പ് വല്ലാത്ത രീതിയിലാണ്. പക്ഷെ അന്നത്തെ ആ ഒരു സന്തോഷത്തിൻ്റെ പ്രതീകമല്ല. മണത്തലെ പ്രദേശമാകെ ദുഃഖസാന്ദ്രമായിട്ട് നിൽക്കുകയാണ്. അവിടുത്തെ ദുഃഖസാന്ദ്രമല്ലാത്ത മനുഷ്യജീവികൾ മാത്രമാണ്. പ്രകൃതിയുടെ മറ്റെല്ലാ, എനിക്ക് ഇങ്ങനെ പറഞ്ഞു വരുമ്പം ഗദ്ഗതം ഉണ്ടാവുകയാണ്. ആ സ്വാമിയുടെ അവസ്ഥ, ഞാൻ അങ്ങ് ആ സ്വാമിയായിട്ട് അത്ര ലയിച്ചു പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും അവിടെ, മനുഷ്യരൊഴികെ വേറെ ഒന്നും അവിടെ അനങ്ങുന്നില്ല. എന്താണ് കാരണമെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. എന്നാലും മനുഷ്യർ സാധാരണ ദിവസം പോലെ എല്ലാവരും നടക്കുകയാണ്. ശിഷ്യന്മാർ ശിവലിംഗ സ്വാമികളുടെ കിടക്കയ്ക്ക് കുറച്ചിപ്പുറത്ത് പ്രഭാതകൃത്യത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുമായിട്ട് വന്ന് കാത്തു നിൽക്കുകയാണ്. അപ്പുറത്ത് ക്ഷേത്രത്തിൽ പ്രഭാത പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മനുഷ്യരാണ്. നേരത്തെ പറഞ്ഞ പോലെ പക്ഷിയും മറ്റുള്ള മൃഗങ്ങളും എല്ലാം ദുഃഖത്തിലാണ്. പട്ടി കുരയ്ക്കുന്നില്ല. പട്ടികൾ, ആ പ്രദേശത്തുള്ള പട്ടികൾ ആരെയോ നമസ്കരിക്കുന്നത് പോലെ, പട്ടിയുടെ ഒരു പ്രത്യേക നമസ്കാരം ഉണ്ടല്ലോ, ഈ നമ്മൾ സാഷ്ടാംഗ നമസ്കാരം, കാലുകൾ മുന്നോട്ട് നീക്കി വെച്ച്, അതേപോലെ അതും നമസ്കരിക്കുകയാണ്. ശിവലിംഗദാസ സ്വാമികൾ ഇപ്പോൾ കിടക്കയിൽ ധ്യാനനിഷ്ഠനായിട്ട് ഇരിക്കുകയാണ്. 5 മണിയാണ്. കിടക്കയിൽ അദ്ദേഹം ധ്യാനനിഷ്ഠനായിട്ടിരിക്കുകയാണ്. സ്വാമികൾ പുറത്തേക്ക് വരാനുള്ള സമയം കഴിഞ്ഞു. പക്ഷേ സ്വാമികൾ പുറത്തേക്ക് വന്നില്ല. ആരും അപ്പുശാന്തിയെ വിളിക്കാൻ വേണ്ടി ഓടി ആ മുറിയിലേക്ക് കിടക്കാൻ സ്വാതന്ത്ര്യമുള്ള, ഏറ്റവും സ്വാതന്ത്ര്യമുള്ള, എന്ന് വെച്ചാൽ സ്വാമികളെ ചെന്ന് വിളിക്കാൻ ഇവർക്ക് ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് പേടിയാണ്. അപ്പുശാന്തിയുടെ അടുത്ത് ഓടിച്ചെന്ന് പറഞ്ഞു. അപ്പുശാന്തി നേരെ വന്ന് ആ മുറിയിലേക്ക് പ്രവേശിച്ചു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ ബാലകന് മനസ്സിലായി സ്വാമികൾ ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലാണ്. അതായത് അദ്ദേഹം സമാധിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ ബാലകൻ അവിടെ ചെല്ലുമ്പോൾ സ്വാമികൾ ആ അന്ത്യശ്വാസം എടുക്കുകയായിരുന്നു. ഇതിനിടെ കുറച്ച് ആൾക്കാർ, അതായത് ഇതിനിടെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ അതിൻ്റെ തലേ ദിവസം തന്നെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹം ഹോസ്പിറ്റലിൽ പോകുന്നില്ല, മരുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശിവഗിരിയിലേക്ക് പോയിരുന്നു. അവരും ഒരു വൈകുന്നേരമാണ് അവിടെ എത്തിച്ചേരുന്നത്. ആ വൈകുന്നേരം ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഇനി
ശിവലിംഗന് മരുന്ന് വേണ്ട എന്ന് പറഞ്ഞു. അവർ തിരിച്ചിവിടെ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ അർത്ഥം ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. ഇവർ വിചാരിച്ച് ഗുരുവാണല്ലോ പറഞ്ഞത് മരുന്ന് വേണ്ടെന്ന്, എല്ലാ കാര്യവും റെഡിയായിരിക്കും. തിരിച്ചിവിടെ എത്തുമ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായത്, എന്തുകൊണ്ടാണ് മരുന്ന് വേണ്ട എന്ന് പറയുന്നത്. 52ാമത്തെ വയസ്സ് നടക്കുന്നതേ ഉള്ളൂ. 51 തുടങ്ങി 52ാമത്തെ വയസ്സ്, യുവത്വമാണ്, വലിയൊരു യുവാവാണ്. ആ പ്രായത്തിലാണ് അദ്ദേഹം സമാധി അടയുന്നത്. അദ്ദേഹം അരിപ്പുറത്ത് വന്നത് മുതൽ ഈ ചെറിയ സ്വാമിക്ക് ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിനെ വിളിച്ചിരുന്നത് കുമാരസ്വാമി എന്നാണ്. അപ്പോൾ കാര്യം മനസ്സിലാരാണെന്ന്, അതായത് നമ്മുടെ കുമാരനാശാൻ. ഈ സമാധി അദ്ദേഹത്തിൻ്റെ ആത്മമിത്രമായ കുമാരസ്വാമിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ആ കവികൾ തങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന പ്രയാസം പ്രകടിപ്പിക്കാൻ വേണ്ടി കവിത എഴുതും. അങ്ങനെ എഴുതിയ ഒരു കവിതയാണ് പറന്നുപോയ ഹംസം. പറന്നുപോയ ഹംസം. ഇത് അപൂർണമാണ്. അദ്ദേഹം വലിയൊരു കാവ്യമായിട്ട് തുടങ്ങിയതാണ്. എന്തുകൊണ്ട് അപൂർണമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുത്തരം ഒരിടത്തും കിട്ടുന്നില്ല. പക്ഷേ എനിക്കതിനുത്തരം പറയാൻ കഴിയും. ഞാൻ കുമാരനാശാനൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ഏറ്റവും വേണ്ടപ്പെടുന്ന ഒരാൾ പെട്ടെന്ന് നമ്മളിൽ നിന്നും മാറിപ്പോകുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് വേട്ടയാടും. ആ ഓർമ്മകളെക്കുറിച്ചൊരു കവിത എഴുതി തുടങ്ങുമ്പോൾ പിന്നെ കവിതയും മുന്നോട്ട് പോവില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. അപൂർണമാകാനുള്ള യഥാർത്ഥ കാര്യം അത് തന്നെയാണ്. അത് അപൂർണമായി. അതിൻ്റെ സാരം ഇതാണ്: ഹംസം സ്വർഗലോകത്തുള്ളതാണ്. സ്വർഗലോകത്തുള്ള ഹംസം ഇവിടെ വന്ന് അത് വേണ്ടുന്ന ലീലകളെല്ലാം കാണിച്ച് ലീലകളാടി എന്നിട്ടത് സ്വസ്ഥാനത്തേക്ക് മടങ്ങിപ്പോയി, തിരിച്ചുപോയി. ഇതാണ് ആ കവിതയുടെ സാരം. കൂടുതൽ പ്രേക്ഷകർ കവിത കേട്ട് അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുക. നേരത്തെ പറഞ്ഞല്ലോ, അപ്പു എന്ന ബാലകൻ അവിടെ പ്രവേശിക്കുമ്പോൾ സ്വാമി സമാധിസ്ഥനായിട്ട് ഇരിക്കുന്ന രംഗമാണ് കാണുന്നത്. അവർ പുറത്തു പറഞ്ഞു, ആ മണലാരണ്യം നിമിഷാർത്ഥം കൊണ്ട് മനുഷ്യമഹാസമുദ്രമാവുകയാണ്. ആ നാട്ടിലുള്ള നാനാജാതി മതസ്ഥർ, ഇപ്പം ഞാൻ നാനാജാതി പറയാനൊരു കാര്യം കൂടെയുണ്ട്. ഇദ്ദേഹത്തിന് അവിടെ മറ്റു മതത്തിലുള്ള, ക്രിസ്തു മതത്തിലുള്ള, ഇസ്ലാം മതത്തിലുള്ള അനേകം ഭക്തരുണ്ടായിരുന്നു. അവർ പലതരത്തിലുള്ള മാറാവേദികളുമായിട്ട് അവിടെ എത്തിയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഒരു മറ്റന്യ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ കണ്ട് അദ്ദേഹം പറഞ്ഞ ആ കാര്യം പറഞ്ഞല്ലോ. ഇതേപോലെ പല പല അനുഭവങ്ങൾ മറ്റ് സമൂഹത്തിലുള്ളവർക്കുണ്ട്. എല്ലാവരെയും കൊണ്ട് അവിടെ നിറഞ്ഞു. ഇനി സമാധി എവിടെ ഇരുത്തണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം അവിടെ വരുന്നില്ല. തലേ ദിവസം പറഞ്ഞു, ഈ മണ്ണ് നല്ലതാണ്. ഒരു പിടി മണ്ണ് വാരിയിട്ട് പറഞ്ഞു, ഈ മണ്ണ് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ആ സ്ഥലം തന്നെ സമാധിക്കെടുത്തു. അപ്പോൾ സമാധി ഇരുത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇതെല്ലാം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എന്നിരുന്നാലും കുറച്ച് എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ പറയാം. വളരെ സമചതുരമായ ഒരു വലിയ, കുറച്ച് പേർക്ക് അവിടെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ കുഴി തയ്യാറാക്കും. അത് ചിലപ്പോൾ കെട്ടിയൊക്കെ എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിനകത്ത് ഒരു 8 അടി താഴ്ചയിൽ, 6 അടി താഴ്ചയിൽ, 8 അടിയിൽ 6 അടി താഴ്ചയിൽ ഒരു മനുഷ്യ ശരീരത്തിന് ഇരിക്കാൻ തരത്തിലുള്ള ഒരു കുഴി. ഒത്തിരി സമയമെടുക്കും ഇതെല്ലാം റെഡിയായിട്ട് വരാൻ വേണ്ടി. ഒരു കുഴിയെടുക്കും. ചിലപ്പോൾ അതിനേക്കാൾ വലിയ കുഴി എടുത്തിട്ട് അതിനെ കെട്ടിയെടുത്ത് ഇതിലേക്ക് ഈ സമാധിസ്ഥനെ ഇരുത്തും. സമാധിസ്ഥനെ ഇരുത്തി കഴിഞ്ഞിട്ട് അനേകം വസ്തുക്കൾ, ഭസ്മം, ചന്ദനം, കർപ്പൂരം, ഇങ്ങനെ തുടങ്ങി അനേക വസ്തുക്കൾ അതിലേക്ക് നിറച്ചിട്ട് മുകൾ ഭാഗത്ത് മൂടിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേ വസ്തുക്കൾ ഉപയോഗിച്ച്, ഇതെല്ലാം പറയുന്നതിന് മന്ത്രോച്ചാരണത്തോടെയാണ് ഇതെല്ലാം പറയുന്നത്. മന്ത്രോച്ചാരണത്തോടു കൂടി വീണ്ടും ഇങ്ങനെ വന്ന് ഇനി കുറച്ച് മണ്ണുകളിടും. മണ്ണും മറ്റുള്ള വസ്തുക്കളും ഇട്ട് ഇവിടെയും മൂടും.
ഇതാണ് സമാധിയിലിരുത്തുക എന്ന് പറയുന്ന അതിൻ്റെ ഒരു ചെറിയൊരു വിവരണം. ഇതിൻ്റെ വലിയ വിവരണം മറ്റൊരുക്കലാകാം. ഇനി ഒരിക്കൽ സമാധിയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അതിൻ്റെ വലിയ വിവരണം മറ്റൊരുക്കലാകാം. ഇവിടെ ഈ തലേ ദിവസം പറഞ്ഞ സ്ഥലത്ത് തന്നെ ഈ സമാധിസ്ഥനെ ഇരുത്താൻ വേണ്ടി ബോധാനന്ദ സ്വാമികൾ, ശങ്കരാനന്ദ സ്വാമികൾ, ബോധാനന്ദ സ്വാമികൾ ഇദ്ദേഹത്തിൽ നിന്ന് ഊർജം സ്വീകരിച്ചതും ശങ്കരാനന്ദ സ്വാമികൾ ശിഷ്യനുമാണ്. പഞ്ചവടിയിലെ ഗോപാലസ്വാമികൾ അറിയാമല്ലോ, ഗോപാലസ്വാമികൾ, പിന്നെ രാമാനന്ദ സ്വാമി. അപ്പോൾ അന്ന് ശങ്കരാനന്ദ സ്വാമി ഇവിടുത്തെ മഠാധിപതിയാണ്, ശിവരിയിലെ മഠാധിപതിയും കൂടെയാണ്. ഇവരുടെ 4 പേരുടെ നേതൃത്വത്തിൽ ഈ സമാധി ചടങ്ങുകൾ മുഖ്യ നേതൃത്വം എന്ന് പറയുന്നേക്കാൾ മുഖ്യ കാർമ്മികത്വത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കെ ഒരു ഈശ്വര നിയോഗം പോലെ ഒരു അവധൂത സന്യാസി അങ്ങ് വടക്ക് നിന്ന് എവിടെയോ വന്നു. വടക്ക് നിന്ന് ഒരു അവധൂത സന്യാസി അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബ്രഹ്മശ്രീ ജ്യോതിസ്വരൂപ ബ്രഹ്മാനന്ദ സ്വാമികൾ. ബ്രഹ്മശ്രീ ജ്യോതിസ്വരൂപ ബ്രഹ്മാനന്ദ സ്വാമികൾ അവിടെ എത്തി. അദ്ദേഹവും കൂടെ ഈ നേതൃത്വത്തിന്, അദ്ദേഹം അനേകം സമാധികൾ ഇരുത്തി ശീലമുള്ള ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു. അദ്ദേഹം കൂടെ ഈ സമാധിക്ക് കാർമ്മികത്വത്തിൽ നേടി. സമാധി ഇരുത്തിയതിന് ശേഷം 2 നേരം സമൂഹ പ്രാർത്ഥനയും ആരാധനയും. ഒരു ദിവസം രാവിലെയും വൈകിട്ടും സമൂഹ പ്രാർത്ഥന നടത്തണം, ആരാധന നടത്തണം. 11 ദിവസം ഇപ്രകാരം നടത്തണം. 11 ദിവസം ഇപ്രകാരം നടത്തിക്കഴിഞ്ഞാൽ 12ാമത്തെ ദിവസം യതിപൂജയും നാരായണ ബലിയും നടത്തണം. അത് 2 അനുഷ്ഠാനങ്ങളാണ്, യതിപൂജയും നാരായണ ബലിയും. യതിപൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള അനേക സന്യാസി വര്യന്മാരെയൊക്കെ ഞാൻ ചുരുക്കി പറയുകയാണ്, ഇതിനെക്കുറിച്ച് പിന്നീടൊക്കെ ദീർഘിച്ച് പറയാം. സന്യാസി വര്യന്മാരെയൊക്കെ വിളിച്ചിട്ട് ആഹാരമൊക്കെ കൊടുത്ത്, അവർക്ക് വസ്ത്രമൊക്കെ കൊടുത്ത്, എല്ലാം കൊടുക്കണം. ആഹാരം, വസ്ത്രം, വളരെ ദൂരേന് വന്നവർക്ക് പണച്ചെലവിന് പൈസ വേണമെങ്കിൽ, പൈസയ്ക്ക് ഇവിടെ സ്ഥാനമില്ല, അങ്ങനെ വേണമെങ്കിൽ തിരിച്ചു പോകാനുള്ള വേണമെങ്കിൽ, അങ്ങനെ ആ രീതിയിലുള്ള കുറേ കർമ്മങ്ങൾ. വലിയ യതിപൂജയൊക്കെ നടത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധാരണമായി ചിലവുള്ള ഒരു കാര്യമാണ്. അങ്ങനത്തെ യതിപൂജ നടന്നു. ഈ സമാധി പീഠത്തിൽ ബോധാനന്ദ സ്വാമികളും നമ്മുടെ ജ്യോതിസ്വരൂപ ബ്രഹ്മാനന്ദ സ്വാമികളും ചേർന്ന് ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. അതിൻ്റെ മുകളിൽ ചില കാര്യങ്ങളൊക്കെ നിയോഗങ്ങളാണ്. നേരത്തെ ഇദ്ദേഹം ശിവനെ സ്ഥാപിക്കാൻ വേണ്ടി ഷഡാധാര പ്രതിഷ്ഠ നടത്തി. ഷഡാധാര പ്രതിഷ്ഠ നടത്തി. ആ പ്രതിഷ്ഠയുടെ മുകളിൽ ശിവനെ, അപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് ശരീരത്തെ ആധാരമാക്കിക്കൊണ്ടാണ്. തിരിച്ചിപ്പുറത്തും ഒരു ശിവൻ വന്നു. അവിടെ ഷഡാധാര ചക്രം, ഷഡാചാര ചക്രത്തിൻ്റെ മുകളിൽ ആരെ വെച്ചു? ശിവലിംഗത്തെ വെച്ചു. അവിടെ ഇദ്ദേഹം ഷഡാധാര പ്രവൃത്തിയെ സ്ഥാപിച്ചു. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ശരീരം തന്നെ ഷഡാധാരമാണല്ലോ. ആ ഷഡാധാരം, ആ മൂലാധാരം മുതൽ ആജ്ഞ വരെ ഇങ്ങനെ നേരെ നിൽക്കുകയില്ലേ. അപ്പൊ അതിൻ്റെ മുകളിൽ എന്ത് വെച്ചു? ആ ശിവലിംഗം വെച്ചു. അപ്പൊ ഇത് രണ്ടും കൂടെ ആവുമ്പോൾ അവിടുത്തെ തേജസ് പറയേണ്ട കാര്യമില്ലല്ലോ. ബൃഹത്തായ ഒരു തേജസ്സാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഇനി ഇതോട് ഒരു വായനശാല ആരംഭിക്കാനും അവിടെ ഒരു തീരുമാനമായി. കാര്യം ഇദ്ദേഹത്തിൻ്റെ പക്കൽ യഥേഷ്ടം പുസ്തകങ്ങളുണ്ടായിരുന്നു. ആ പുസ്തകങ്ങളെല്ലാം ഇതുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക്, മറ്റുള്ളവർക്കെല്ലാം കൊടുത്ത് ഒരു വായനശാല ആരംഭിക്കാൻ കൂടി തീരുമാനമെടുത്തതായിട്ട് 1919 ഫെബ്രുവരി ലക്കം മിതവാദി പത്രത്തിൽ എഴുതി കാണുന്നു. മിതവാദി ഇങ്ങനെ. പക്ഷേ ആ വായനശാല അവിടെ തുറന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ ഓർമ്മക്കുറവാണോ എന്നറിയില്ല. കാര്യം ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് വായനശാല ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും. ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ പ്രസ്തുത ദേശക്കാർ ക്ഷമിക്കുക. എൻ്റെ ഓർമ്മയിൽ ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും അവിടെ അങ്ങനെ ഒരു വായനശാല വരണം. വന്ന് ആ ശിവലിംഗദാസ സ്വാമികളുടെ ചരിത്രം ലോക ജനതയുടെ കയ്യിലെത്തി ആ സിദ്ധനെക്കുറിച്ച് എല്ലാവരും അറിയണം. അദ്ദേഹം ആഗ്രഹിച്ച്, അദ്ദേഹം അറിവ് കൊടുത്തതുപോലെ
ആ ക്ഷേത്രത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സമാധി പീഠത്തിൻ്റെ തിരുമുറ്റത്ത് ഒരു വായനശാല വേണം എന്ന ആഗ്രഹത്തോടു കൂടി ഞാനിവിടെ ഈ ബൃഹത്തായ ആ ജീവചരിത്ര പരമ്പര സമാപിക്കുകയാണ്. ഒപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം സമാധിസ്ഥനാകാനുള്ള ഏക കാരണമെന്ന് പറയുന്നത് സമൂഹത്തിനോടുള്ള വിരക്തി എന്ന് പറഞ്ഞല്ലോ. ഈ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രം അതിപ്പോഴും പൂർത്തിയായിട്ടില്ല. എങ്ങനെയാണ് പൂർത്തിയാവുക? ഇത്തരത്തിലുള്ള ഒരു മഹാനെ ഇത്തരത്തിൽ പറഞ്ഞ് അധിക്ഷേപിച്ചാൽ എങ്ങനെ പൂർത്തിയാകും? വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ആ മഹാക്ഷേത്രം പൂർത്തിയായിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ആ സമാധിയോടുകൂടി അവിടെയുള്ള യഥാർത്ഥ ഭക്തജനങ്ങളുടെ ഹൃദയം തകർന്നു. ഇദ്ദേഹം സമാധിയായി 41ാമത്തെ ദിവസം ആ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തി, ഇദ്ദേഹത്തിൻ്റെ സ്മാരകം എന്നതുപോലെ. അപ്പോൾ ഇദ്ദേഹത്തിനെ ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞ അതേ സമൂഹത്തിലെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ സ്മാരകമെന്നോളം അദ്ദേഹം സമാധിസ്ഥനായി 41ാം ദിവസം ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി. അവരുടെ പാപത്തിൻ്റെ ഒരു ഭാഗം, ആ പെരിങ്ങോട്ടുകരക്കാരുടെ പാപത്തിൻ്റെ ഒരു ഭാഗം കഴുകിക്കളഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതും ശിവലിംഗാകൃതിയിലുള്ള ക്ഷേത്രമാണ്. മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്ര സമാജം സ്ഥാപിച്ച ആ ക്ഷേത്രത്തിലും തുടർന്ന് അവിടെ പണിത സമാധി മണ്ഡപത്തിലും പരിസരത്തിലും എനിക്ക് പോകാനും അതൊക്കെ കാണാനും കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും എന്നെ അങ്ങോട്ടുള്ള വഴിയിൽ സഹായിച്ച് അവിടെ എത്തിച്ച നമ്മുടെ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സമാധി മണ്ഡപത്തിലേക്ക് കയറിയപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ഊർജമാണ് എന്നിലേക്ക് പ്രവഹിച്ചത്. ആ ക്ഷേത്ര പരിസരത്ത് എത്രയും പെട്ടെന്ന് ഒരു വായനശാല ഉയരണം. ആ വായനശാലയിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം മുതൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ അനുഭവം വരെ ലഭ്യമാകുന്ന ബൃഹത്തായ പുസ്തക ശേഖരം ഉണ്ടാകണം. ആ വായനശാലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, അതിൻ്റെ ചുവരുകളിൽ ചിത്രങ്ങൾ വരച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ചിത്രീകരിക്കുകയോ ചെയ്യണം. നിലവിലെ സമാധി മണ്ഡപം ഈ അടുത്ത കാലത്തായിട്ട് നിർമ്മിച്ചതാണ്. 1994 അതിൻ്റെ പണി പൂർത്തിയായതെന്ന് തോന്നുന്നു. ഏതാണ്ട് 40 ലക്ഷം രൂപയിൽ കൂടുതലായിരിക്കും ആ മണ്ഡപം പണിയാൻ ഒരു തുകയായിത്തീരുകയെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എന്നുവെച്ചാൽ അത്രത്തോളം നയനമനോഹരമായ രീതിയിലും ഊർജപ്രവാഹം ഉണ്ടാകുന്ന രീതിയിലുമാണ് ആ മണ്ഡപം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ ശ്രോതാക്കൾ എല്ലാവരും ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ആ മണ്ഡപത്തിലേക്ക് പോകണം. ആ ഊർജപ്രവാഹം എല്ലാവർക്കും കിട്ടട്ടെ. അവിടെ അറിവിൻ്റെ ക്ഷേത്രം, ആ മഹാക്ഷേത്രം, ആ വായനശാല ഉയരട്ടെ എന്ന് ആ മഹാശയനോട്, ആ ഈശനോട്, ആ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നന്മയുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
നമസ്കാരം. പൊടുന്നനെ ഭൂമി വെടിഞ്ഞീ വണ്ണം നീ പറന്നു പോയല്ലോ പ്രിയമരാളമേ. പെരുവഴി തന്നിലഹോ കരസ്ഥമാ വിലയേറും ധനം കളഞ്ഞു പോകയാൽ. കുഴങ്ങി നിൽക്കുന്ന പഥികനെ പോലെ മദീയ മാനസമുഴന്നിടുന്നല്ലോ. അതിസ്വാധീനമാം പ്രിയവസ്തുക്കൾ വിട്ടകന്നു വിശ്വാസമിയന്നു ദൂരത്തിൽ. അതിചിരം കാര്യവശരായി വാണിടാം അഴലില്ലായതിൽ അതുകൾ താൻ സ്വന്തം. പിടിവെടിഞ്ഞു പോവതു വിചാരിച്ചാൽ പൊറുക്കാറില്ലൊരു നിമിഷം ദേഹികൾ. അനർഘരത്നങ്ങൾ സ്വയമണിയാതെ നിജമഞ്ജുഷയിലിരുന്നാലും മതി. അരിയ പൂക്കൾ താൻ പറിക്കാതെ തൻ്റെ മലർക്കാവിൻ കോണിൽ സ്ഫുരിച്ചാലും മതി. അനർഘരത്നങ്ങൾ സ്വയമണിയാതെ നിജമഞ്ജുഷയിലിരുന്നാലും മതി. അരിയ പൂക്കൾ താൻ പറിക്കാതെ തൻ്റെ മലർക്കാവിൻ കോണിൽ സ്ഫുരിച്ചാലും മതി. സുഖമന്യാദൃശമതിലുണ്ടോർക്കുകിൽ അഹോ മമത തൻ വിലാസമത്ഭുതം. ഇവറ്റ താനപഹൃതമായി പോകിലുണ്ടനുഭവവേദ്യം അതിലുണ്ടാം ദുഃഖം. അരിയോരന്നമേ യതിചിരമെൻ്റെ ഹൃദ്യപങ്കജസഖനായി വാണനീ. പറന്നു പോകുന്നോരളവപ്പുവിൻ്റെ അടിനാളം കൂടി ഹരിച്ചുവെന്നതോ. അകമലർക്കരിഞ്ഞെനിക്കു സംപ്രതി യഹ ലോകങ്ങളിരുളാകുന്നല്ലോ. അതിനിടയ്ക്കയ്യോ തമസിൽ കൊണ്ടലിൻ ചടുലമാം മിന്നൽ കൊടിപായും പോലെ. കഴിഞ്ഞ കാലമാമിരുട്ടിലോർമതൻ സ്ഫുരിച്ച ദൃഷ്ടിയും ചുഴിഞ്ഞെത്തുന്നല്ലോ. വിചാരവായുവാൽ പടർന്നു കേറി വിയോഗമിന്ദ്രിയഗണങ്ങളെയെല്ലാം. ചുടുന്നല്ലോ ധൈര്യശിലാതലം കാഞ്ഞു ഞെരിഞ്ഞും പേശികൾ പുകഞ്ഞും കഷ്ടമിന്നടവേ തീവീണഗിരി പോൽ സത്വരം അകമേ എന്നാത്മാവെരിഞ്ഞിടുന്നല്ലോ. ഇന്നടവേ തീവീണഗിരി പോൽ സത്വരം അകമേ എന്നാത്മാവെരിഞ്ഞിടുന്നല്ലോ. അകമേ എന്നാത്മാവെരിഞ്ഞിടുന്നല്ലോ. അകമേ എന്നാത്മാവ് എരിഞ്ഞിടുന്നു.